ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയമാണ്. നമുക്കൊരു ദോഷം വഴി നമുക്കൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നു. അതായത് പ്രേതം പിടിക്കുകയോ ശത്രുദോഷം കൊണ്ടോ കൂടപത്രം കൊണ്ടോ മറ്റേതെങ്കിലും ദോഷങ്ങൾ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കലും മാറിപ്പോകില്ലേ? പലരുടെയും ചോദ്യമാണ്. അത് മാറിപ്പോകും, പക്ഷേ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ പലർക്കും മനസ്സിലാകാത്തത് കൊണ്ട് വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണ്. ഈ എപ്പിസോഡ് പൂർണ്ണമായും നിങ്ങൾ കാണണം. കാരണം നമുക്കൊരു പ്രേതം പിടിച്ചു പോയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദോഷം വന്നാൽ അത് എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഒരാൾക്കൊരു ശത്രുദോഷം വഴി അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു കൂടപത്രം വഴിയൊക്കെ ഒരു ബാധാദോഷം, അതിനെക്കുറിച്ച് തന്നെ പറയാം, പ്രേതബാധ. ഒരു പ്രേതബാധ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. നമ്മുടെ സ്വഭാവം മാറും, മറ്റുള്ളവരുടെ പെരുമാറ്റ രീതി അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലൊക്കെ ആയിരിക്കും നമ്മളുടെ പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയാം. വളരെ പെട്ടെന്ന് മാറിപ്പോയും. അതുവരെ ജീവിച്ചിരുന്ന ഒരാൾ അയാളുടെ സ്വഭാവമൊന്നും ആയിരിക്കില്ല. അങ്ങനെ പലർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ദോഷം, ഇപ്പോൾ ഒരു ഗോസ്റ്റ് തന്നെ നമ്മൾ പിടിച്ചു വന്നിരിക്കട്ടെ, അത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിൽ കാണിക്കുന്ന ചില പ്രത്യേകതകൾ, നമ്മളിൽ എന്തെങ്കിലും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മളിൽ എന്തെങ്കിലും ഒരു രോഗലക്ഷണം ഉണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കായാലും എനിക്കായാലും എന്തെങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ഒരു വൃക്കയുടെയോ അല്ലെങ്കിൽ കരളിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കുള്ള ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും നമുക്ക് മരണം വരെയും, സാധാരണഗതിയിലാണ് മരണം വരെ നമുക്ക് അറിയാൻ പോലും സാധിക്കില്ല, ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാക്കില്ല. പക്ഷേ ഇതുപോലൊരു ദോഷം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാലും ആ രോഗങ്ങളെ പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥ ഇതുണ്ടാക്കും. അതുപോലെ തന്നെ ദുസ്വഭാവങ്ങൾ വർദ്ധിപ്പിക്കുക. ഏതെങ്കിലും സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആണുങ്ങളാണെങ്കിൽ അത് കൂടുതലായിട്ട് വരിക. മദ്യപാന ശീലമുള്ളവരാണെങ്കിൽ മദ്യപാനം കൂടുതലായിട്ട് അവർ ഉപയോഗിച്ച് തുടങ്ങുക. അതുപോലെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പിന്നെ പൂർണ്ണമായി ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാക്കും. അപ്പോൾ ഇത് നമ്മളിലുള്ള ഒരു മോശമായ അവസ്ഥയെയോ ഇല്ലെങ്കിൽ നമ്മളിലുള്ള രോഗാവസ്ഥയോ ഈ വർദ്ധിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള ഗോസ്റ്റുകളായാലും ശരി, ശത്രുദോഷം കൊണ്ട് വരുന്നതോ വിളിച്ചപേക്ഷ ദോഷം കൊണ്ടോ കൺപേർ ദോഷം കൊണ്ടോ കൂടപത്രം കൊണ്ടോ വരുന്ന എന്ത് വിഷയങ്ങളാണെങ്കിലും നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പുതിയതായിട്ടൊരു അനുഭവം നമുക്ക് തരില്ല. നമ്മളിൽ ഉള്ളതിനെ വർദ്ധിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രോഗാവസ്ഥ വർദ്ധിച്ചു പോയാൽ നമ്മളെ ഹോസ്പിറ്റലിൽ ഓടിപ്പോവും. പലരുടെ അനുഭവമാണ് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാം. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു രോഗലക്ഷണമായിട്ട് ഡോക്ടറിന് തോന്നില്ല, പക്ഷേ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്. പക്ഷെ നമുക്കാണെങ്കിലോ വയറ്റിനകത്തുനിന്ന് ഇങ്ങനെ തീ കത്തിക്കുന്ന കണക്ക് തോന്നുക, ആവശ്യമില്ലാത്ത തലവേദന, ശരീരവേദന, അതുപോലെ പലവിധ ഗോഷ്ഠികൾ കാണിക്കുക, ബുദ്ധിമുട്ടുകളുണ്ടാകുക, ഉറങ്ങാൻ സാധിക്കാതെ വരിക, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, പുറത്ത് പറയാൻ പറ്റാത്ത വിഷയങ്ങളുള്ളവർ വരെ നമ്മുടെ ചുറ്റിനുമുണ്ട് എന്നുള്ളതാണ് ഒരു പരമമായ സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ദോഷങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള അനുഭവങ്ങളാണ് നമുക്ക് അധികമായി ഉണ്ടാകുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ഡോക്ടർ പരിശോധിച്ചാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം, ഇത് രോഗങ്ങൾ മാത്രമല്ല ദോഷങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ്, രോഗാവസ്ഥയേക്കാൾ ഏറെ ദോഷങ്ങൾ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ നമുക്ക് വന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതും ദോഷങ്ങളെ ഒഴിവാക്കി കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദോഷം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ഗോസ്റ്റ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള ദുസ്വഭാവത്തെയോ നമ്മളുടെ രോഗാവസ്ഥയെ വർദ്ധിപ്പിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പലരുടെയും ധാരണ ഈ ദോഷങ്ങളെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളിലുള്ള എല്ലാ ബുദ്ധിമുട്ടും മാറും എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ പ്രധാന ചോദ്യം. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ധരിക്കരുത്. നമ്മളിലുള്ള ദോഷത്തെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് രോഗങ്ങളായി കഴിഞ്ഞതിനെ അതിനൊരിക്കലും നമുക്കൊരു പൂജയോ ഒരു വഴിപാടോ ഒരു ഭസ്മമോ ഒരു നൂലോ ഒരു തകിടും കൂടെ കൊണ്ടൊന്നും നമുക്കതിനെ പരിഹരിക്കാൻ പറ്റില്ല. കാര്യം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ അത്യാവശ്യം തന്നെയാണ്. പലരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ ദോഷം വന്നു കഴിഞ്ഞാൽ ആ ദോഷം വഴി വരുന്ന മറ്റു പല രോഗാവസ്ഥകളും അത് ചികിത്സിച്ചാലേ മാറുള്ളൂ. പക്ഷേ ഈ ദോഷം നിൽക്കവേ നമ്മൾ ചികിത്സിക്കാൻ പോയാൽ രോഗമെന്തെന്ന് കണ്ടുപിടിക്കാനോ കഴിക്കുന്ന മരുന്ന് നമ്മളിലേക്ക് ഒരിക്കലും ഫലപ്രദമായി പ്രവർത്തിക്കില്ല എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദോഷത്തെ മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഈ ദോഷത്തെ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും നമ്മുടെ ആ ഒരു മോശമായൊരു അവസ്ഥ
അതൊരിക്കലും നമ്മൾ വിട്ടുപോകില്ല എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത് ചികിത്സ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ പൂർണ്ണമായും നമ്മുടെ ഒരു പഴയ അവസ്ഥയിലേക്ക് വരികയുള്ളൂ. ഞാനിത് ഈ എപ്പിസോഡ് പറയാൻ കാരണം പലരും തർക്കിക്കുന്നുണ്ട്. പൂർണ്ണമായും നമ്മൾ ഈ പൂജാതി കർമ്മങ്ങളിൽ കൂടി ഈ ദോഷത്തെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ പൂർണ്ണമായും മാറണം എന്ന് ശഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. ചില കേസുകളൊക്കെ പൂർണ്ണമായും അതോടുകൂടി മാറിപ്പോകും. പക്ഷേ നമുക്ക് വരുന്ന രോഗാവസ്ഥകൾ, കാര്യം നമുക്ക് ഈ പ്രേതം നമ്മളെ പിടിക്കുന്ന പല വിധത്തിലാണ്. നമ്മുടെ സ്വഭാവ മാറ്റം, നമ്മൾ കാണിക്കുന്ന ഈ ഒരു വല്ലാത്ത പൈശാചികമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, രീതികളൊക്കെ നമ്മൾ കാണിച്ചാൽ അത് പൂർണ്ണമായും പൂജാതി കർമ്മങ്ങൾ കൂടി നമുക്ക് മാറ്റിക്കളയാൻ സാധിക്കും. പക്ഷേ നമ്മളിലുള്ള രോഗാവസ്ഥകളെ, ഭ്രാന്തമായ ചില അവസ്ഥകൾ നമുക്ക് വന്നു പോയാലും അത് രോഗങ്ങൾ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം പിന്നെ ചികിത്സ കൂടി ചെയ്താൽ മാത്രമേ അത് പൂർണ്ണമായും മാറിപ്പോകുള്ളൂ. എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേരുടെ കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു തരാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. ഒരു 29 വയസ്സ് വരുന്ന ഒരു ചെറുപ്പക്കാരൻ. അയാൾക്ക് ഇതേ കണക്കൊരു ബാധാദോഷം പിടിക്കുന്നു. ബാധാദോഷം വന്നു കഴിഞ്ഞിട്ട് അത് അയാളിലുള്ള ചില രോഗാവസ്ഥകളെ വർദ്ധിപ്പിക്കുന്നുണ്ട്. രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുൻപേ തന്നെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അന്ന് അദ്ദേഹം ചെറുതായിട്ട് ചികിത്സ ചെയ്തുകൊണ്ടിരുന്ന സമയത്തിലാണ് ഈ ഒരു ഗോസ്റ്റ് അദ്ദേഹത്തിന് പിടിക്കുന്നത്. അപ്പം അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വളരെ വർദ്ധിച്ച ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഞാൻ അതിനെ പൂർണ്ണമായും പരിഹരിച്ച് മാറ്റി കൊടുക്കുകയും ചെയ്തു. അപ്പം ഞാനിത് പരിഹരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് പൂർണ്ണമായും മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചികിത്സ അത് കണ്ടിന്യൂ ചെയ്യണം. അതും ഈ ദോഷങ്ങൾ മാറിയതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഒരു അനുഭവം നിങ്ങൾക്ക് അറിയാൻ പറ്റും പൂർണ്ണമായി ഇദ്ദേഹത്തിന് ഇത് മാറിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അപ്പോഴത്തേക്കും ഈ അദ്ദേഹം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സ അത്യാവശ്യമാണെന്ന് ഞാൻ തുടക്കമേ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു 1.5 വർഷം എടുത്തു പൂർണ്ണമായിട്ടും ആ ദോഷത്തെ അവരിൽ നിന്ന് മാറ്റിക്കൊടുക്കാനായിട്ട്. അത് മാറ്റിക്കൊടുത്തു. പക്ഷെ കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു മെൻ്റലി ഉള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ അത് അദ്ദേഹം വീണ്ടും കാണിച്ചു തുടങ്ങി. അവരോട് ഞാൻ പറഞ്ഞു, അത് ഇനി നിങ്ങൾ കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്യണം. പക്ഷേ അത് അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി. കാര്യം അവരുടെ കുട്ടിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ പ്രശ്നത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് വരുന്നതും ഈ പ്രേതം പിടിച്ചതിന് ശേഷം ഞാനത് ഒഴിവാക്കി കൊടുക്കുന്നത്. പക്ഷേ അതവർക്ക് ഒരുപാട് മാനസിക വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ്. അവരതിന് പോയില്ല. എന്നോട് ചോദിച്ചത് വീണ്ടും എവിടെയെങ്കിലും ഇതേ കണക്ക് ഒഴിവാക്കുന്ന ഒരിടത്ത് പോയിട്ട് അദ്ദേഹം ഇനിയും ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പം മനസ്സിലാക്കുക, ആര് ഇതൊക്കെ പരിഹരിച്ചു മാറ്റിയെന്ന് പറഞ്ഞാലും രോഗങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഈ ദോഷങ്ങൾ മാറിക്കഴിഞ്ഞാലും അതിൻ്റെ ചെറിയൊരു 10% ആ ലക്ഷണങ്ങൾ കാണിക്കും. അത് രോഗങ്ങളാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുക. അതിനെ പൂർണ്ണമായും നമ്മൾ മരുന്ന് കഴിച്ച്, നല്ല ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് സമയമെടുത്ത് അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായും നമുക്ക് ആ ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പ്രേതം പിടിച്ചെന്നോ ശത്രുദോഷം ഒക്കെ നമ്മളിലേക്ക് ബാധിച്ചു, അങ്ങനെയുള്ള കൈവിഷം, ഇങ്ങനെ പലതും നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന കേസുകൾ ചിലതുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഒട്ടുമിക്ക കേസ് അങ്ങനെ മാറ്റുന്നുണ്ട്. എന്നാൽ അപൂർവമായിട്ട് ചില കേസുകൾ നമുക്ക് ചികിത്സയിൽ കൂടി മാത്രമേ പൂർണ്ണമായും പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കാതെ നിങ്ങളുടെ ഒരു ബന്ധുവിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ വന്നു, അത് ഞാൻ പരിഹരിച്ചതിന് ശേഷം അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരാൾ പരിഹരിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനക്ഷതമായി നിങ്ങൾ കാണരുത്. നിങ്ങളുടെ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതി അതുപോലെ നിങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും പൂർണ്ണമായും ഇതുപോലുള്ള ദോഷങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുകാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന് വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ തന്നെയും അത് ഞാൻ നേരിട്ട് അവിടെ വന്നേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്ന് അറിയാനുള്ള വഴിയുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ജ്യോതിഷം അറിയുവാൻ സാധിക്കും. അങ്ങനെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.